മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യുമാറാകട്ടെ. ദേശത്തായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്തൃനാമത്തിൽ നിങ്ങളെ ദൈവരാജ്യ സുവിശേഷത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, മനുഷ്യന്റെ വർണ്ണത്തെ നോക്കാതെ സർവ്വ മനുഷ്യരെയും സ്നേഹിക്കുന്ന സ്നേഹനിധിയായ ഈ പിതാവിനോടുകൂടെ ജീവിക്കണമെന്നുള്ള ഒരു സത്യസുവിശേഷം ഈ ദേശത്തിന്റെ മധ്യേ ഈ പ്രഭാതത്തിൽ നൽകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നൽകിയ ഈ നല്ല ദിവസം ദൈവത്തിന്റെ വചനത്തെ കേട്ടുകൊണ്ട് അത് മനസ്സിലാക്കി ഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന ഏത് ജീവിതങ്ങളെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ദൈവരാജ്യ സുവിശേഷ സന്ദേശത്തിലേക്ക് കടക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ലോക ജീവിതം മനുഷ്യൻ ഏത് നിലവാരത്തിൽ ജീവിച്ചാലും ഒരു ദിവസം മനുഷ്യനെ വേട്ടയാടുന്ന ഒരു വസ്തുതയുണ്ട്. ആ വസ്തുതയാണ് മനുഷ്യന്റെ മരണം. അപ്പോൾ ഇവിടെ മരണം കൊണ്ട് മനുഷ്യന്റെ ജീവിതം ഈ ഭൂമിയിൽ തീരുന്നുവെങ്കിൽ പോലും ഇതിനപ്പുറത്ത് നമുക്കൊരു ജീവിതമുണ്ട്. ആ ജീവിതം സർവശക്തനായ ദൈവത്തോടു കൂടിയാണ്. ആ ജീവിതത്തിലേക്ക് നമ്മൾ വരിക എന്നുള്ളതാണ് നമ്മെ കുറിച്ച് നമ്മുടെ സൃഷ്ടാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിലേക്ക് വരുവാൻ തക്കവണ്ണം ഒരു മനുഷ്യന്റെ ഹൃദയം അതിനു വേണ്ടി തുടിക്കണം. ഒരു മനുഷ്യന്റെ ഹൃദയം തുടിക്കേണ്ടത് ഈ ഭൂമിയിലെ വസ്തുതകൾ ലഭിക്കേണ്ടതിനല്ല, മറിച്ച് ഈ ദൈവത്തിന്റെ വീട്ടിൽ ഒരു അംഗമായി തീരുവാൻ തക്കവണ്ണം ഹൃദയം അതിനു വേണ്ടി തുടിക്കാനിടയായി തീരണം. അവിടെയാ ദൈവത്തിന്റെ വലിയ ആഗ്രഹം നമ്മളിൽ നിറവേറുവാനിടയായി തീരുന്നത്. അപ്രകാരം ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിന്റെ അരികിൽ എത്തുന്നില്ല എന്ന്. ഇവിടെ വചനം വ്യക്തമായി നമ്മെ അറിയിക്കുക, ക്രിസ്തു മുഖാന്തരമല്ലാതെ ആരും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ആവശ്യം ദൈവരാജ്യം അവകാശമാക്കുക, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുക. അതിനുവേണ്ടിയാ ദൈവം നമ്മെ ഈ ഭൂമിയിൽ ജനിപ്പിച്ചത്. ദൈവത്തിന്റെ ഉദ്ദേശം തന്നോടുകൂടെ ജീവിക്കണമെന്നുള്ള താല്പര്യത്തിൽ സൃഷ്ടാവായ ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് നിർമ്മിച്ച് മനുഷ്യൻ ഈ ഭൂമിയുടെ ഉപരിതലത്തിലെല്ലാം വാഴട്ടെ എന്ന് മനുഷ്യനോട് കൽപ്പിച്ച് മനുഷ്യൻ ദൈവത്തിന്റെ നീതിയെ ധിക്കരിച്ച് മുന്നോട്ട് പോകുന്ന നിലവാരത്തിൽ വന്നപ്പോൾ മനുഷ്യനെ മരണം പിടിപ്പാനിടയായി തീർന്നു. അവിടെയാ പിതാവായ ദൈവത്തിന്റെ കരുതൽ നമ്മോടുകൂടെ ആയിത്തീരുവാനിടയായി തീരുന്നത്. ആ ദൈവ സ്നേഹത്തിലേക്ക് ദൈവം നമ്മെ വിളിക്കുക, തന്റെ ഏകപുത്രനായ ക്രിസ്തു യേശുവിൽ കൂടെ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറയുന്നത്, ഞാനാണ് സ്വർഗരാജ്യത്തിലേക്കുള്ള ഏക വഴി, എന്നിൽ കൂടെ അല്ലാതെ ആർക്കും ഈ പിതാവിന്റെ അരികിൽ എത്തിച്ചേരാൻ കഴിയില്ല. അപ്പൊ ക്രിസ്തു ആഹ്വാനം ചെയ്യുന്നത് എന്തെന്നാൽ പിതാവിന്റെ അരികിൽ എത്തിച്ചേരണം. നമ്മുടെ ജീവിതം പൂർണ്ണമായി തീരുന്നത് സൃഷ്ടിച്ച ദൈവത്തോടുകൂടെയുള്ള ഒരു നിവാസത്തിൽ എത്തിച്ചേരണമെന്ന് വിശുദ്ധ ബൈബിൾ പറയുക. നാം ക്രിസ്തു മുഖാന്തരം
ദൈവത്തിനൊരു നിവാസമായി തീരണം. അതാണ് സൃഷ്ടാവ് മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ വിശേഷണം തിരിച്ചറിയാതെ മനുഷ്യനെന്ന ജാതിയിലും മതത്തിലും കുടുങ്ങിപ്പോയിരിക്കുക. ഓരോ പക്ഷികൾ യാത്ര ചെയ്യുമ്പോൾ ഓരോ വലയ്ക്കകത്തുപെട്ട് കുടുങ്ങിയിരിക്കുന്നത് പോലെ സൃഷ്ടിച്ച ദൈവം വിളിച്ചത് എന്തിനു വേണ്ടിയാണ്, എന്തായി തീരാനാണ് എന്നൊന്നും തിരിച്ചറിയാതെ ജാതിക്കകത്തും മതത്തിനകത്തും മനുഷ്യൻ കുടുങ്ങിപ്പോയി ഈ ഭൂമിയിലുള്ള ചിന്തയിൽ ജീവിക്കുവാനുള്ള ഒരു ഉത്തേജനത്തിന് വേണ്ടി ഇന്ന് മനുഷ്യൻ വെമ്പൽ കൊള്ളുന്ന നിലവാരത്തിനകത്ത് ജീവിച്ച് അതിവേഗത്തിൽ മരണം മനുഷ്യനെ പിടികൂടുമ്പോൾ മനുഷ്യൻ ദോഷനായി തീരുകയാണ്. ഇതാണ് ഭൂമിയിലെ മനുഷ്യന്റെ സ്ഥിതി. അതുകൊണ്ട് പ്രിയരെ, ഈ പ്രഭാത ദിവസം ദൈവരാജ്യത്തിന്റെ സുവിശേഷം ദേശത്ത് അറിയിക്കുന്നത് ക്രിസ്തുവേശു പറഞ്ഞതുപോലെ പിതാവിന്റെ അരികിൽ എത്തിച്ചേരാൻ നമുക്കിടയായി തീരണം. അതിനുവേണ്ടിയായി സുവിശേഷം. മറ്റുള്ള പലയിടത്തും നമുക്ക് സഞ്ചരിക്കാം, പലയിടത്തും നമുക്ക് കടന്നുപോകാം. പക്ഷെ അല്പസമയം കഴിഞ്ഞാൽ അവിടെ നിന്നെല്ലാം നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ മടങ്ങും. ഒരു ക്ഷേത്രത്തിനകത്തോ ഒരു പള്ളിക്കകത്തോ നമ്മൾ പോയി നമ്മുടെ ആവശ്യങ്ങളും പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. നമ്മൾ ഏതു സമയത്തും ക്ഷേത്രങ്ങളിലും പള്ളികളിലും വാസം ചെയ്യുന്നില്ല. നമ്മുടെ വീട്ടിലാണ് നമ്മൾ അഭയം പ്രാപിക്കുന്നത്. അതുപോലെ നമ്മുടെ ശേഷിച്ച ജീവിതം ഇനി ദൈവത്തോടു കൂടെയാ ആയിത്തീരേണ്ടത്. ഈ താൽക്കാലികമായ ഈ മണ്ണിലേക്ക് പോകുന്ന ഈ ശരീരം വിട്ട് നമുക്കൊരു യാത്രയുണ്ട്. ഈ കാണുന്ന ശരീരമല്ല മനുഷ്യൻ. ഇതിനപ്പുറത്ത് നമുക്ക് ദൈവാത്മാവുമായി ബന്ധപ്പെട്ട ഒരു ദേഹി എന്ന നിലവാരത്തിനകത്ത് നമ്മൾ ജീവിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് നിത്യം പാർക്കേണ്ടത് ഈ ഭൂമിയിലും ക്ഷേത്രങ്ങളിലും പള്ളികളിലുമല്ല. ഇതെല്ലാം വിട്ടുപിരിഞ്ഞ് നമുക്ക് ഉന്നതനായ ദൈവത്തോടു കൂടെ ജീവിക്കാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുക തന്റെ ഏകപുത്രനായ ക്രിസ്തുവിൽ കൂടെ. ആ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഭൂമിയിൽ വന്ന് 3.5 കൊല്ലം അറിയിച്ച സുവിശേഷമാ ദൈവരാജ്യത്തിന്റെ സുവിശേഷം. ആ സുവിശേഷ ഭാഗങ്ങളിൽ മർക്കോസിന്റെ സുവിശേഷം 1:15 വാക്യം വ്യക്തമായി പറയുന്നു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിച്ചു കൊള്ളുക. അപ്പോൾ ക്രിസ്തുവേശു നമ്മെ അറിയിച്ച ഈ സത്യസുവിശേഷം എന്തെന്നാൽ നമുക്ക് ഈ ദൈവവുമായി ജീവിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ പിതാവ് നമ്മെ കാത്തിരിക്കുക തന്നോടുകൂടെ ജീവിക്കാൻ വേണ്ടി. അതുകൊണ്ട് നമ്മൾ ഭൂമിയിൽ നമ്മൾ ഏത് നിലവാരത്തിനകത്ത് ജീവിച്ചാലും നമ്മെ മരണം പിടികൂടും. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുക, കർത്താവായ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ചാൽ ഈ ലോക ജീവിതത്തിൽ മരണമുണ്ട്, പക്ഷേ ഇതിനപ്പുറത്ത് നിത്യം ജീവിക്കുന്ന തലത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ക്രിസ്തുയേശുവിനുള്ള വിശ്വാസം നമ്മെ രക്ഷിക്കുമെന്ന തിരുവചനം പറയുക. അതുകൊണ്ട് പ്രിയരെ, യേശു ക്രിസ്തുവിനുള്ള വിശ്വാസവും സൃഷ്ടാവുമായുള്ള അഭേദ്യ ബന്ധത്തിലേക്ക് കടന്നു വന്ന ഈ കാലഘട്ടം മരണത്തിൽ അവസാനിക്കാനല്ല, ഇതിനപ്പുറത്ത് നമ്മെ കാത്തിരിക്കുന്ന സ്വർഗസ്ഥനായ പിതാവുണ്ട്. ആ പിതാവുമായുള്ള ഒരു ജീവിതം നമുക്കുണ്ടാകുവാൻ തക്കവണ്ണം അതിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ഉത്സാഹം കഴിക്കാനാണ് ഈ ചെറിയ ജീവിതം. ആ ജീവിതം എന്തിനു വേണ്ടിയാണ്, എന്താണ് ഇനി ഞങ്ങൾ ചെയ്യേണ്ടതെന്നൊന്നും തിരിച്ചറിയാതെ നമ്മൾ പലയിടത്തും ഈ കാലഘട്ടത്തിൽ ഓടി നടക്കുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ വചനം എങ്ങനെ പറയുന്നു, നമുക്ക് രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ നൽകിയ ഏകനാമം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ആ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷ പ്രാപിക്കുമെന്ന് വിശുദ്ധ വചനം പറയുക. അതുകൊണ്ട് പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവരാജ്യത്തിന്റെ സുവിശേഷം, ദൈവരാജ്യ സന്ദേശം അറിയിക്കുന്നതിന്റെ മാനദണ്ഡം എന്തെന്നാൽ, നമ്മൾക്ക്
ഈ സൃഷ്ടാവുമായുള്ള ഒരു ജീവിതത്തിലേക്ക് നമുക്ക് വരാൻ കഴിയണം. Praise the Lord. അതിന് നമ്മൾ സുവിശേഷം കേൾക്കണം. ആ സുവിശേഷത്തിനകത്ത് എന്താണ് ആ സുവിശേഷ വാർത്താവ് പറയുന്നതെന്ന് മനസ്സിലാക്കി വഴിയാകുന്ന യേശുക്രിസ്തുവിൽ കൂടെ ലക്ഷ്യമായ സ്വർഗീയ പിതാവിന്റെ ഭവനത്തിൽ എത്തിച്ചേരാൻ നമുക്ക് ഇടയായി തീരണം എന്നുള്ളതാണ്. Praise the Lord. അപ്പൊ സുവിശേഷത്തിൽ എന്തുണ്ട്? സുവിശേഷത്തിൽ വഴിയുമുണ്ട്, ലക്ഷ്യമുണ്ട്. വഴിയിൽ കൂടെയാണ് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് കഴിയേണ്ടത്. അപ്പൊ വഴി ആരാണെന്നും ലക്ഷ്യം ആരാണെന്നും സുവിശേഷത്തിനകത്ത് പൂർണ്ണമായി നിർണയം പ്രാപിച്ചവരായിരിക്കണം നമ്മൾ. അല്ലെങ്കിൽ നമ്മുടെ യാത്ര ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ നമുക്ക് കഴിയില്ല. Praise the Lord. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത ഈ പ്രപഞ്ച സൃഷ്ടാവ് തന്റെ പുത്രനായ ക്രിസ്തുവിൽ കൂടെ നമ്മെ രക്ഷയ്ക്ക് വിളിക്കുന്നത് ആ സൃഷ്ടാവിനോടുകൂടെ ജീവിക്കാൻ വേണ്ടിയാ. അതിനു വേണ്ടിയാ കർത്താവ് പറഞ്ഞ രാജ്യത്തെ സുവിശേഷം, ദൈവരാജ്യത്തിന്റെ സുവിശേഷം, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേട്ടു മനസ്സിലാക്കി മുന്നോട്ട് യേശുക്രിസ്തുവിനെ അനുഗമിച്ച് അനുസരിച്ച് ജീവിക്കുന്നവരായി തീർന്നാൽ നമുക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ നമുക്ക് കഴിയും. അതിനുവേണ്ടി സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുകയും അതിനുവേണ്ടിയുള്ള കരുതലിൽ നമ്മൾ ജീവിക്കാൻ ഇടയായി തീർന്നാൽ ആ ലക്ഷ്യ തുറമുഖത്ത് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന ഏത് വ്യക്തി ജീവിതങ്ങളെയും സൃഷ്ടാവായ ദൈവം അനുഗ്രഹിക്കട്ടെ.